അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കണം നമ്മൾ. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എൻ്റെ സുന്നത്തിനെ ഒരാൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെ ഇഷ്ടം വെച്ചു എന്നുള്ളതിൻ്റെ അടയാളാണ്. അപ്പം മുത്തുനബിയെ മഹബ്ബത്ത് വെക്കുക എന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ അനുധാവനം ചെയ്യുക, മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. തലപ്പാവ് ധരിക്കുക, തൊപ്പി ധരിക്കുക, അതുപോലെ മിസ്വാക്ക് ചെയ്യുക, എന്തെല്ലാം സുന്നത്തുകൾ മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ നമ്മൾ പകർത്തലാണ് മുത്തുനബിയെ മഹബ്ബത്ത് വെക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ വിരുപ്പ് തട്ടണം, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വിളക്ക് കെടുത്തണം, തീ കെടുത്തണം, അതുപോലെ പാത്രങ്ങൾ വൃത്തിയാക്കണം, കഴുകണം, വാതിലുകൾ അടയ്ക്കണം, അടക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളനുസരിച്ച് വലതുകാല് ചെരുപ്പ് ധരിക്കുക, ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലതുകാല് കൊണ്ട് ധരിക്കുക, വസ്ത്രം ധരിക്കുമ്പോൾ വലത് കൈ കൊണ്ട് തുടങ്ങുക, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെ മുത്തുനബിയുടെ സുന്നത്താണ്. നോക്കി നിങ്ങൾ, വലത്ത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതുപോലെ തന്നെയാണ് കുടിക്കുമ്പോഴും വലത് കൈ കൊണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരുപാട് ആളുകൾക്ക് പറ്റിപ്പോകുന്നൊരു തെറ്റാണ്. ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക. അപ്പോൾ നമ്മൾ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ഇടത് കൈയിൽ വെള്ളം ഗ്ലാസ് പിടിച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് വലത് കൈ കൊണ്ടൊന്ന് താങ്ങിക്കൊടുത്തിട്ട് വെള്ളം കുടിക്കുക. ഇതും പറ്റൂല. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഉസ്താദന്മാരോട് ചോദിച്ചപ്പോൾ ഉസ്താദന്മാർ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, റയീസുൽ ഉലമ ഒരിക്കൽ പറയണ്ടായി, ഇനി ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് അത് പിശാച് കുടിക്കലാണ്. എന്നാൽ ഇടത് കൈക്ക് നീ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലത് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കുടിക്കുന്നതോ അത് നീയും പിശാചും കൂടി കുടിക്കാണ് എന്ന് പറയും. എന്നാൽ വലത് കൈ കൊണ്ട് മാത്രം കുടിക്കുന്നത് അത് നീ കുടിക്കലാണ് എന്നാണ്. അപ്പോൾ നമ്മൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും അത് നജസല്ലല്ലോ. നമ്മുടെ വായിലേക്ക് പോയ കൈയാണ്, നമ്മൾ വായിലേക്ക് കൊണ്ടുപോയ ഭക്ഷണത്തിൻ്റെ അതിൻ്റെ ശേഷിപ്പുകളാണല്ലോ ഉള്ളത്. അത് നമ്മൾ മറ്റുള്ളവർ കണ്ടാൽ, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടില്ലല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതൊന്നും, നമുക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്തും വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കണം. വലത് കൈ നമ്മൾ എന്തായാലും ആ ഗ്ലാസ് ഇനി മറ്റൊരാൾ ഉപയോഗിക്കണമെങ്കിൽ അത് കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നോക്ക്, കല്യാണ സദ്യകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളൊരു ലാഘവത്തോടു കൂടി ഇടത് കൈ കൊണ്ട് കുടിക്കുകയാണ്. ഏതായാലും ഗ്ലാസ് ഒഴിവാക്കുകയാണ്, പിന്നെയും നമ്മളതെന്ത് ചെയ്യുന്നു, ഇടത് കൈ കൊണ്ട് കുടിക്കുന്നു. അതൊക്കെ വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ അത് അനുധാവനം ചെയ്താൽ അത് മുത്തുനബിയെ മഹബ്ബത്ത് വെക്കലാണ്. അതുകൊണ്ട് വിരുപ്പ്, ഉറങ്ങാൻ പോകുന്ന സമയത്ത് വിരുപ്പ് തട്ടി വിരുപ്പിൽ എന്തെങ്കിലും ജീവികളുണ്ടോ ജന്തുക്കളുണ്ടോ എല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കണം, അത് എല്ലാം തട്ടി വൃത്തിയാക്കിയിട്ടായിരിക്കണം നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യേണ്ടത്, കിടത്തിയുറക്കേണ്ടത്. അതുപോലെ വിരുപ്പിൽ നിന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ വിരുപ്പ് മടക്കി വെക്കലും സുന്നത്താണ്. അൻ ഖൈസിൻ റളിയല്ലാഹു തആല അൻഹു എന്നിടത്തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം. എന്താണ്, മാമിൻ ഫിറാഷിൻ യകൂനു ഫീ ബൈത്തിൻ. ഒരു വീട്ടിൽ ഒരു വിരുപ്പ്, എങ്ങനത്തെ വിരുപ്പാണ്, ലാ യനാമു അലൈഹി, അതിലാരും ഉറങ്ങുന്നില്ല. വിരിപ്പ് വിരിച്ചിട്ടുണ്ട്, പക്ഷേ ആ വിരുപ്പിൽ എന്ത് ചെയ്യുന്നില്ല, ആരും ഉറങ്ങുന്നില്ല. അങ്ങനെയുള്ള ഒരു വിരുപ്പാണ് അത്. അങ്ങനെയുള്ളൊരു വിരുപ്പ് ഇല്ല. എങ്ങനെയല്ലാതെ, ഇല്ലാ നാമ അലൈഹി ഷൈത്താൻ അതിൻ്റെ മേൽ ഉറങ്ങിയിട്ടല്ലാതെ. അപ്പോൾ നമ്മളെ പണ്ട് കാലത്തൊക്കെ, ഇപ്പോഴും അങ്ങനെ തന്നെ ഉമ്മമാരൊക്കെ പറയും, എന്ത്, എണീറ്റ് കഴിഞ്ഞാൽ വിരുപ്പ് മടക്കിക്കണം കേട്ടോ എന്ന് പറയും. ചിലപ്പം മടക്കി വെച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചെടുത്ത് കണ്ട് മടക്കി വെപ്പിക്കും നമ്മളെ കൊണ്ട്.
അതൊക്കെ നല്ല ശീലങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ അത് ചീത്ത കേൾക്കും, നമ്മൾ ചിലപ്പോൾ അടി കിട്ടുകയൊക്കെ ചെയ്യും. വിരിപ്പ് മടക്കി വെക്കുക, അത് വിരിപ്പ് മടക്കി വെക്കണം എന്ന് പറയണത് എന്തിനാണ്? അതങ്ങനെ വിരിപ്പ് ഇട്ടങ്ങ് പോയി കഴിഞ്ഞാൽ അതിൽ പിശാച് കിടന്നുറങ്ങുന്ന, പിശാച് കിടക്കുന്ന ഒരു സ്ഥലം അത് പിശാചിൻ്റെ താവളമായി മാറും, പിശാചിന് ഇഷ്ടപ്പെട്ട സ്ഥലമായി മാറും. അപ്പോൾ പിശാചിന് എന്ത് തെറ്റുകളും ദുർബോധങ്ങളും മനുഷ്യരിൽ ഉണ്ടാക്കാൻ അത് പ്രേരകമാകും. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഇത്തരം സുന്നത്തുകളൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴാണ് മുത്തുനബിയെ മഹബത്ത് വെക്കുന്ന ആളുകളായി നമുക്ക് മാറാൻ കഴിയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.